പാകിസ്ഥാന്റെ മിലിറ്ററിയുടെ തലപ്പത്തിരിക്കുന്ന അസിം മുനീർ, ഫീൽഡ് മാർഷൽ അസിം മുനീറിന് ഇനി അദ്ദേഹം ആഗ്രഹിക്കുന്ന കാലത്തോളം പാകിസ്ഥാന്റെ മിലിറ്ററിയുടെ തലപ്പത്തിരിക്കാൻ പറ്റുന്ന സുപ്രധാനപ്പെട്ട ആ ഉത്തരവ് പ്രസിഡന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന കാര്യങ്ങളാണേ. അതോടൊപ്പം തന്നെ ഇന്ത്യ കുറച്ചധികം ഗൗരവത്തോടെ കാണുന്ന വിഷയങ്ങളും ഇതിനകത്തുണ്ട്. ഒന്നാമത്, പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, അദ്ദേഹം നല്ല രീതിയിൽ നോക്കി ഇയാളെ പിടിച്ച് CDF ആക്കാതിരിക്കാനായിട്ട് പല വഴികളും നോക്കി. പക്ഷേ അമേരിക്കയുടെ സപ്പോർട്ട് ഈ ഘട്ടത്തിൽ അസിം മുനീറിനുണ്ട്. പ്രസിഡന്റ് ട്രംപിന്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷലാണ് ഇദ്ദേഹം. എന്ന് വെച്ചാൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു ഭൃത്യനായിട്ട് കാണാം. വേണമെങ്കിൽ ഒന്നും കൂടി പറഞ്ഞാൽ ഒരു അടിമ, തല്ലാൻ പറഞ്ഞാൽ തല്ലും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും, ഒരു ട്രംപിന്റെ ഒരു കൂലിത്തല്ലുകാരൻ. നമുക്കിപ്പോ കുറച്ചും കൂടെ മലയാളികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കിരീടമാണോ ചെങ്കോലാണോ. ചെങ്കോൽ എന്ന് പറയുന്ന സിനിമയിലും ലാലേട്ടന്റെ കഥാപാത്രം ജയിലിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു സൈക്കിളിൽ ചവിട്ടി വരുന്ന കൊച്ചിൻ കനീഫയുടെ കഥാപാത്രമുണ്ട്. അതായത് ലാലേട്ടനെ അടിക്കണോടാ തല്ലണോടാ എന്നൊക്കെ ചോദിച്ച് മുന്നേ കത്തിയും വീശി നടക്കുന്ന ഒരാളില്ലേ. ലാലേട്ടൻ ഉണ്ടെന്ന ബലത്തിൽ കണ്ണി കണ്ട നാട്ടുകാരെയൊക്കെ വെല്ലുവിളിക്കുന്ന, അല്ലെങ്കിൽ തന്നെക്കാൾ പോകുന്ന ഗുണ്ടകളെ അവരെ വെല്ലുവിളിക്കുന്ന ഒരു കൂലിത്തല്ലുകാരനായിട്ടുള്ള കൊച്ചിൻ കനീഫയുടെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ. ആ കഥാപാത്രത്തോട് നമുക്ക് ഉപമിക്കാൻ പറ്റുന്ന ഒരാളാണ് ഈ അസിം മുനീർ. എന്ന് വെച്ചാൽ ട്രംപ് കൂടെ ഉണ്ട് എന്നുള്ള ഒരു ധാർഷ്ട്യം, ഒരു അഹങ്കാരത്തിന്റെ പുറത്താണ് മൂപ്പര് ഇപ്പോ പാകിസ്ഥാൻ ഭരണകൂടത്തെ അട്ടിമറിച്ചിരിക്കുകയാണ്. ഇത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പാകിസ്ഥാനിൽ ആരെങ്കിലും പറയുമോ? പ്രസിഡന്റ് ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, മിലിറ്ററിയെ പേടിച്ചാണെന്നേ അവിടെ കഴിയുന്നത്. അവസാന ആശ്രയം എന്നുള്ള നിലയ്ക്ക് പഴയ ബോസിന്റെ അടുത്തോട്ട് വരെ ഷഹബാസ് ഷെരീഫ് പോയി. ഈ പാകിസ്ഥാനെ ഉണ്ടാക്കിയ ബ്രിട്ടീഷുകാരുണ്ടല്ലോ, ആ ബ്രിട്ടീഷുകാരുടെ അടുത്ത് വരെ പോയിട്ടും രക്ഷയില്ല. UN പറഞ്ഞു നോക്കി, രക്ഷയില്ല. കാരണം ട്രംപിന് പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ അവിടെ അടുത്ത ഒരു 5 കൊല്ലത്തേക്ക് ഇരിക്കുന്നത് താല്പര്യമുണ്ട്. കാരണം ട്രംപിന് ഒരുപാട് പദ്ധതികൾ ഇദ്ദേഹത്തെ വെച്ച് ചെയ്യാനുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഇപ്പോ പാകിസ്ഥാന്റെ പ്രസിഡന്റിന്റെ ആ ഒരു ഉത്തരവ് എന്താണെന്ന് വെച്ചാൽ, അസിം മുനീർ ഇനി മുതൽ പാകിസ്ഥാനിലെ CDF ആയിരിക്കും. CDF എന്ന് പറയുന്നത് ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് ആണ്. ഈ CDF എന്ന് പറയുന്നത് എല്ലാ സേനകളുടെയും തലപ്പത്തിരിക്കുന്ന ഒരു അധികാരമാണ്, ഒരു പുതിയ പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിൽ അദ്ദേഹത്തിന് 5 വർഷം തുടരാം. 5 വർഷം തുടരാന്ന് പറയുമ്പോൾ 2030 വരെ CDF ആയിട്ട് അസിം മുനീറിന് തുടരാമെന്നാണ് ഡോൺ പത്രമൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂട്ടത്തിൽ അവർ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ അസിം മുനീറിന് ഒരു ടേം കൂടി എടുത്തിട്ട് 2035 വരെ പാകിസ്ഥാനിൽ CDF ആയി തുടരാം. പാകിസ്ഥാന്റെ ഒരു കേസിൽ അവിടെ ജനാധിപത്യം ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമുള്ള ഒന്നാണ്. അവിടെ ആര് പ്രധാനമന്ത്രി ആയാലും ആര് പ്രസിഡന്റ് ആയാലും ഭരിക്കുന്നത് മിലിറ്ററി ആയിരിക്കും. അപ്പൊ ഇത്രയും കാലം കരസേനയായിരുന്നു അവിടെ ഏകകണ്ഠമായിട്ട് അധികാരം നിയന്ത്രിച്ചിരുന്നത്. പലപ്പോഴും കരസേനാ മേധാവികളായിരുന്നു അധികാരങ്ങൾ അട്ടിമറിച്ച് നേടിയെടുത്തത്. പക്ഷെ ഇനി മുതൽ അത് CDF എന്ന് പറയുന്ന ഒരു പുതിയ പേരിട്ട് പാകിസ്ഥാൻ മുന്നോട്ട് കൊണ്ടുപോവാണ്. എന്ന് വെച്ചാൽ പട്ടാളം ഇനി CDF എന്ന് പറയുന്ന പൊസിഷനിൽ ഇരുന്നു കൊണ്ട് രാജ്യം ഭരിക്കാൻ പോവാണ്. ലോകത്തിന്റെ കണ്ണിൽ ഇപ്പോഴും ജനാധിപത്യ സർക്കാരുണ്ട്, പ്രസിഡന്റ് ഉണ്ട്. CDF എന്ന് പറയുന്നതിന് തത്തുല്യമായ പോസ്റ്റുകൾ പല രാജ്യങ്ങളിലുമുണ്ട്. അപ്പോ പാകിസ്ഥാൻ പട്ടാളത്തെ മാത്രമായിട്ട് അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. സാധാരണ രീതിയിൽ പെട്ടെന്നൊരു ദിവസം പട്ടാള മേധാവി ഭരണകൂടത്തെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുക്കുകയാണ് പതിവ്. നിലവിലെ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും ഒക്കെ വേണമെങ്കിൽ ജയിലിൽ അടയ്ക്കാൻ വരെ മടിക്കില്ല. അങ്ങനെ പട്ടാള അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുക്കുന്ന ഒരു കീഴ്വഴക്കത്തെ CDF എന്ന് പറയുന്ന ഒരു പേരിട്ട് നൈസായിട്ട് അസിം മുനീർ തന്റെ കയ്യിലേക്ക് എടുത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ആശീർവാദത്തോടെ എല്ലാവരുടെ മുമ്പിൽ ഇപ്പൊ രാത്രിയിൽ കക്കുന്നതിന് പകരം പട്ടാപ്പകൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് അധികാര കൈമാറ്റം അവിടെ നടന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ അട്ടിമറി നടന്നില്ല പ്രത്യക്ഷത്തിൽ. എന്നാൽ പിന്നാമ്പുറത്ത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ ഇനി ഭരിക്കാൻ പോകുന്നത് CDF പൊസിഷനിൽ ഇരിക്കുന്ന ഈ വ്യക്തിയായിരിക്കും. എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, പ്രസിഡന്റ് ആയിക്കോട്ടെ, ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് CDFന്റെ ഉത്തരവിന് വേണ്ടി അവിടെ കാത്തു നിൽക്കും. കാരണം അസിം മുനീർ ആയിരിക്കും ഇനി പാകിസ്ഥാൻ ഭരിക്കാൻ പോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു അടിമ കൂടി കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വിഷയം ഗൗരവമായി തന്നെ എടുക്കണം. കാരണം നേരത്തെ പറഞ്ഞ കൂലിത്തല്ലുകാരനാണ് ഇപ്പൊ പാകിസ്ഥാൻ ഭരിക്കുന്നത്. ഒരു ജനാധിപത്യ സർക്കാരാണെങ്കിൽ കുറെ കൂടെ ജനങ്ങളുടെ ക്ഷേമത്തെ കുറിച്ച് ചിന്തിക്കും. കാരണം അവർക്ക് തെരഞ്ഞെടുപ്പുണ്ട്, അധികാരം നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. പട്ടാളത്തിന്റെ ഒരു പ്രഷർ ഉണ്ടെങ്കിലും അവർ കുറച്ചും കൂടി ജനങ്ങളെ കുറിച്ച് ചിന്തിക്കും. എന്തുകൊണ്ടാണ് ഇമ്രാൻഖാൻ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ, പട്ടാളത്തിനും മുകളിൽ ജനങ്ങൾക്കിടയിൽ ഇമ്രാൻഖാൻ ഒരു പിന്തുണയുണ്ടായിരുന്നു. പട്ടാളത്തിന്റെ നിലനിൽപ്പ് ഭീഷണിയിലാണെന്ന് മനസ്സിലാക്കിയ അസിം മുനീർ നൈസായിട്ട് മൂപ്പരെ തട്ടി ജയിലിലാക്കി. എന്നിട്ട് പുള്ളിക്ക് ഈസി ആയിട്ടുള്ള ഒരാളെ അധികാരത്തിൽ കൊണ്ടിരുത്തി
എന്നിട്ട് അമേരിക്കയ്ക്ക് പാകിസ്ഥാന്റെ പല സ്ഥലങ്ങളും എഴുതി കൊടുത്തും അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികൾക്ക് പതിച്ചു കൊടുത്തുമൊക്കെ അമേരിക്കയുടെ ഇഷ്ടക്കാരനായിട്ട് മാറി, ട്രംപിന്റെ ഭൃത്യനായിട്ട് മാറി, അടിമയായിട്ട് മാറി. അങ്ങനെ ട്രംപിനെ കൂടെ നിർത്തിക്കൊണ്ട് നൈസായിട്ട് CDF എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടാക്കി അടുത്ത 10 കൊല്ലത്തേക്ക് കക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് മൂപ്പരിപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 5 വർഷത്തേക്ക് എന്നുള്ളത് താൽക്കാലികമാണ്. 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു 5 വർഷം കൂടി വേണമെങ്കിൽ അസിം മുനീർ എന്ത് ചെയ്യും? അധികാരത്തെ നീട്ടിക്കൊണ്ടുപോകും. കാരണം പാകിസ്ഥാനിലെ ഒരു സിസ്റ്റത്തെ തന്നെ മാറ്റിക്കൊണ്ട് അധികാരം തന്റെ കൈപ്പിടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അസിം മുനീർ. അപ്പൊ ഇനി അസിം മുനീർ തീരുമാനിക്കും. അപ്പൊ ഇവിടെയാണ് പ്രശ്നം. ഇപ്പൊ ജനാധിപത്യ സർക്കാർ കാണിക്കുന്ന മര്യാദകളൊന്നും അസിം മുനീറിന് ഉണ്ടാവില്ല. കാരണം എന്താണ്? അസിം മുനീറിന്റെ കുടുംബത്തെ എന്നോ അയാൾ ബ്രിട്ടനിലോ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് സെറ്റിലാക്കിയിട്ടുണ്ടാവും. അവിടെയായിരിക്കും ഇയാൾ കട്ടുകൊണ്ടുപോകുന്ന പൈസയെല്ലാം ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അമേരിക്കയിലും യൂറോപ്പിലുമായിട്ട് അയാളുടെ ഭാവിയും അയാളുടെ കുടുംബത്തിന്റെ ഭാവിയും സുരക്ഷിതമാക്കാൻ വേണ്ടതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് അയാൾ ഇവിടെ നിന്നുകൊണ്ട് ഭരണം നടത്തുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അത് അയാൾക്കൊരു വിഷയമേ ഇല്ല. അവിടെയുള്ള മണ്ടന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ വിരുദ്ധതയും ഹിന്ദുക്കളെന്നും മുസ്ലിങ്ങളെന്നും പറഞ്ഞുള്ള വർഗീയതയും പറഞ്ഞുകൊണ്ട് അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് അമേരിക്കയിൽ നിന്ന് കൊട്ടേഷൻ കിട്ടിയാൽ അതെടുക്കും, ചൈനയിൽ നിന്ന് കൊട്ടേഷൻ കിട്ടിയാൽ അതെടുക്കും, തുർക്കിയിൽ നിന്ന് കൊട്ടേഷൻ കിട്ടിയാൽ അതെടുക്കും. അങ്ങനെ ഇന്ത്യയുടെ വളർച്ചയെ തടയാനായിട്ട് ഒരുപക്ഷെ ഇന്ത്യ വിരുദ്ധ ശക്തികൾ നിയോഗിച്ചിരിക്കുന്ന ഒരു വ്യക്തി കൂടി ആയിരിക്കാം അസിം മുനീർ. അങ്ങനെയാണെങ്കിൽ ഈ വിഡ്ഢിയായ ഭരണാധികാരി നമ്മുടെ രാജ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇന്ത്യയും അതുപോലെ പാകിസ്ഥാനും തമ്മിൽ സംഘർഷങ്ങൾ പോലും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം സമാനതകളില്ലാത്ത അധികാരം ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു പട്ടാള മേധാവിയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫീൽഡ് മാർഷൽ കൂടിയായിട്ടുള്ള അസിം മുനീർ തീർച്ചയായിട്ടും അയാളുടെ വർഗീയ പ്രസംഗമൊക്കെ നമ്മൾ കേട്ടതാണ്. ഇയാൾ എത്രത്തോളം ഇന്ത്യയെ വെറുക്കുന്നുണ്ട്, ഇയാളുടെ മനസ്സിൽ എത്രത്തോളം വർഗീയതയുണ്ട്. പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ പോലും പച്ചയ്ക്ക് വർഗീയത വിളമ്പിയ ഈ വ്യക്തി പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയേക്കാൾ മുകളിൽ, പ്രസിഡന്റിനേക്കാൾ മുകളിൽ അധികാരം കൈയാളുന്ന വ്യക്തി, അയാളിൽ ഈ CDF എന്ന് പറയുന്ന ഒരു പദവി അയാളിലേക്ക് വന്നു ചേരുമ്പോൾ അടുത്ത 5 വർഷത്തേക്ക് അയാൾക്ക് അത് ഉറപ്പിക്കാൻ പറ്റുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ടുള്ള പാകിസ്ഥാന്റെ ബന്ധം കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ട്. പല രാജ്യങ്ങളുടെയും കൊട്ടേഷൻ എടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ ഇയാൾ വരാൻ സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ അമേരിക്കയുടെ പോലും കൊട്ടേഷൻ ഇയാൾ എടുക്കാൻ മടിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ തീർച്ചയായിട്ടും കരുതലോടെ തന്നെയാണ് ഈ വിഡ്ഢി കൂഷ്മാണ്ഡത്തിന്റെ അധികാര നേട്ടങ്ങളെ നോക്കിക്കാണുന്നത്. CDF എന്ന് പറയുന്നത് ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്നതിലുപരിയായിട്ട് പാകിസ്ഥാനെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള ഈ അസിം മുനീറിന്റെ ഔദ്യോഗികമായി തന്നെ കിട്ടിയ ഒരു അംഗീകാരമാണ്. ഇത് ഉണ്ടാക്കിയത് അസിം മുനീറാണ്. ഇത് അസിം മുനീറിന് വേണ്ടി എഴുതി ഉണ്ടാക്കിയതാണ്. പാകിസ്ഥാനിൽ ഇന്നേ വരെയുള്ള കീഴ്വഴക്കങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഇത് അവിടെ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് സൃഷ്ടിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇയാളുടെ ഈ അധികാരം കിട്ടിയതോട് കൂടിയിട്ട് സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.